പ്രിയപ്പെട്ടവരെ, ഇന്ന് നമുക്ക് ധ്യാനിക്കാനുള്ള സുവിശേഷ ഭാഗം വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വചനഭാഗമാണ്. ഈശോ തളർവാദ രോഗിയെ സുഖപ്പെടുത്തുന്ന ഭാഗമാണ് മർക്കോസ് സുവിശേഷകൻ അവതരിപ്പിക്കുന്നത്. നമ്മെ അത്ഭുതപ്പെടുത്തുന്ന കാര്യം 2-ാം അധ്യായം തുടങ്ങുന്നതേ ഉള്ളൂ. അതിന് മുമ്പ് തന്നെ 3 അത്ഭുതങ്ങൾ മർക്കോസ് സുവിശേഷകൻ വിവരിച്ചു കഴിഞ്ഞു. ഇതിപ്പോൾ 4-ാമത്തെ അത്ഭുതമാണ്. ഇതിനു മുമ്പ് കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തുന്നതും ശിമയോന്റെ അമ്മായിയമ്മയെ സുഖപ്പെടുത്തുന്നതും പിശാച് ബാധിതനെ സുഖപ്പെടുത്തുന്നതും മർക്കോസ് ശ്ലീഹ വിവരിക്കുന്നുണ്ട്. അതിന് കാരണമായിട്ട് പറയപ്പെടുന്നത് മർക്കോസ് സുവിശേഷകൻ പത്രോസ് ശ്ലീഹയുടെ ശിഷ്യനാണ്. ഇരണേവൂസ് എന്ന് പറയുന്ന സഭാപിതാവ് പറയുന്നുണ്ട്, പത്രോസ് ശ്ലീഹയുടെ പ്രസംഗത്തിന്റെ സംക്ഷിപ്ത രൂപമാണ് മർക്കോസ് സുവിശേഷകൻ വിവരിക്കുന്നതെന്ന്. പത്രോസ് ശ്ലീഹ വിജാതീയരായ റോമാക്കാരുടെ ഇടയിലാണ് സുവിശേഷം പ്രസംഗിച്ചത്. അതുകൊണ്ട് തന്നെ ഈ സുവിശേഷം എഴുതപ്പെട്ടത് റോമാക്കാർക്ക് വേണ്ടിയാണ്. അതുകൊണ്ട് ഈശോയുടെ പ്രബോധനത്തെക്കാൾ കൂടുതൽ ഈശോയുടെ അത്ഭുതങ്ങൾക്കാണ് മർക്കോസ് സുവിശേഷം പ്രാധാന്യം കൊടുക്കുന്നത്. അതുകൊണ്ട് 1-ാം അധ്യായം തുടങ്ങി 21-ാം വാക്യത്തിൽ തന്നെ ആദ്യത്തെ അത്ഭുതം വിവരിക്കുകയാണ്. ഇതാണ് കൂടുതൽ അത്ഭുതങ്ങൾ മർക്കോസ് ശ്ലീഹയുടെ സുവിശേഷത്തിൽ വരാൻ കാരണം. ഏറ്റവും ചെറിയ സുവിശേഷമാണല്ലോ മർക്കോസ് സുവിശേഷകന്റെ സുവിശേഷം എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ഈ ഭാഗത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെയാണ് ഈ ഭാഗം തുടങ്ങുന്നത്. കുറെ ദിവസങ്ങൾ കഴിഞ്ഞ് യേശു കഫർനാമിൽ തിരിച്ചെത്തിയപ്പോൾ അവൻ വീട്ടിലുണ്ട് എന്ന വാർത്ത പ്രചരിച്ചു. വാതിൽക്കൽ പോലും നിൽക്കാൻ കഴിയാത്ത വിധം ആളുകൾ തിരക്കി വന്നു. കഫർനാമിൽ ഈശോ കുറെ ദിവസങ്ങൾക്ക് ശേഷം തിരിച്ചെത്തി എന്നാണ് പറയുന്നത്. ഈ കഫർനാം ഗലീലിയിലെ ഒരു പ്രധാന പട്ടണമായിരുന്നു. അതുകൊണ്ട് ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായം 31 പറയുന്നുണ്ട്, ഗലീലിയിലെ പ്രധാനപ്പെട്ട ഒരു പട്ടണമായ കഫർനാമിൽ എന്നവിടെ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈശോ യഥാർത്ഥത്തിൽ പരസ്യ ജീവിതം തുടങ്ങുന്നത് കഫർനാമിൽ നിന്നാണ് എന്നാണ് മർക്കോസ് സുവിശേഷകൻ വിവരിക്കുന്നത്. കഫർനാം എന്ന വാക്കിന്റെ അർത്ഥം ആശ്വാസത്തിന്റെ നഗരമെന്നാണ്. നസറത്ത് അത്ര പ്രധാനപ്പെട്ട ഒരു പട്ടണമല്ല, ഒരു ഗ്രാമമാണ്. അപ്പോൾ അതിൻ്റെ അടുത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പട്ടണമാണ് കഫർനാം. ഗലീലി തടാകത്തിൻ്റെ വടക്കുള്ള മത്സ്യബന്ധനത്തിന് പ്രസിദ്ധമായിട്ടുള്ള ഒരു പ്രദേശം, ഒരു പട്ടണം. ആ പട്ടണത്തിലാണ്, അവിടെയാണ് അന്ത്രോസിൻ്റെയും പത്രോസ് ശ്ലീഹായുടെയും, ഇവർ സഹോദരന്മാരാണല്ലോ, അവരുടെ വീട്. അപ്പോൾ ഈശോ യഥാർത്ഥത്തിൽ പരസ്യ ജീവിതം ആരംഭിക്കുന്നത് ഈ വീട്ടിൽ താമസിച്ചുകൊണ്ടാണ് എന്ന് പറയപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് ഈശോ ആദ്യത്തെ അത്ഭുതം കഫർനാമിലാണ് ചെയ്യുന്നത്. അതിനുശേഷം മർക്കോസ് സുവിശേഷം വിവരിക്കുന്നത് ശിമയോന്റെ അമ്മായിയമ്മയെ സുഖപ്പെടുത്തുന്നതാണ്. പിന്നെ ഈശോ പിശാച് ബാധിതനെ, കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തുന്ന സമയത്ത് പറയുന്നുണ്ട്, ഇത് നീ ആരോടും പറയരുതെന്ന് പറയും. പക്ഷെ അവൻ അത് പ്രസിദ്ധമാക്കുന്നു. അവൻ പുറത്തു ചെന്ന് വളരെ കാര്യങ്ങൾ പ്രഘോഷിക്കാൻ ഇത് പ്രസിദ്ധമാക്കാനും തുടങ്ങിയെന്നാണ് പറയുന്നത്. തന്മൂലം പിന്നീട് പട്ടണത്തിൽ പരസ്യമായി പ്രവേശിക്കാൻ യേശുവിന് സാധിച്ചില്ല. അതുകൊണ്ട് ഈശോ അവിടെ നിന്ന് കുറച്ചു കാലത്തേക്ക് വിജനപ്രദേശത്തേക്ക് പോവുകയാണ്. അതിനുശേഷം തിരിച്ചു വരുമ്പോഴാണ് ഈ സംഭവം നടക്കുന്നത്. കഫർനാമില് ഈശോ ഒരുപാട് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നത് മർക്കോസ് സുവിശേഷം എഴുതുന്നുണ്ട്. 6-7 അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നത് ഈ ആദ്യ അധ്യായങ്ങളിൽ തന്നെ, 1 മുതൽ 8 വരെയുള്ള അധ്യായങ്ങളിൽ ഗലീലിയിലെ അത്ഭുതങ്ങൾ ആണ് വിവരിക്കുന്നത്. അതിൽ അത്രമാത്രം അത്ഭുതങ്ങൾ ചെയ്യുന്നുണ്ട് ഈശോ. അപ്പൊ അതുകൊണ്ട് ഇത്ര അത്ഭുതങ്ങൾ ഈശോ പ്രവർത്തിക്കുന്നതുകൊണ്ട് തന്നെയാണ് മത്തായി ശ്ലീഹയുടെ 11-ാം അധ്യായത്തിൽ കാണുന്നുണ്ട്, കഫർനാമേ നിന്നിൽ നടന്ന അത്ഭുതങ്ങൾ സോദോമിൽ നടന്നിരുന്നെങ്കിൽ അത് ഇന്നും നിലനിൽക്കുമായിരുന്നു എന്ന് ഈശോ പറയുന്നത്. അപ്പോൾ അത്രമാത്രം ഈശോയ്ക്ക് പ്രിയപ്പെട്ട ഒരു പട്ടണം കൂടിയായിരുന്നു കഫർനാം എന്ന് വ്യക്തമാണ്. അവിടെയാണ് ഈശോ തിരിച്ചെത്തുമ്പോൾ, ഈ ഭവനത്തിലാണ് ഈശോ തിരിച്ചെത്തുമ്പോൾ വളരെ ആളുകൾ കൂടി നിൽക്കുന്നു. അപ്പോൾ തളർവാദ രോഗിയായ ഒരാളെയുമായിട്ട് വരികയാണ്. 4 പേരാണ് വരുന്നത്. ഈ തളർവാദ രോഗിയെ അകത്ത് പ്രവേശിപ്പിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് അവര് വീടിന്റെ മേൽക്കൂര പൊളിച്ചിറക്കുന്നത്. അവർക്ക് ഉറപ്പാണ് ഈശോ സുഖപ്പെടുത്തുമെന്നുള്ളത്. അതുകൊണ്ട് അനുവാദം പോലും ചോദിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, നമുക്കിതിന്റെ സാമൂഹ്യ പാഠത്തിലേക്കും ദൈവശാസ്ത്ര പാഠങ്ങളിലേക്കും വന്നാൽ, ഈ ദൈവശാസ്ത്രപരമായിട്ട് ഇത് നൽകുന്ന പ്രധാനപ്പെട്ട ഒരു മെസ്സേജ് ഉണ്ട്. ഈശോയുടെ അത്ഭുതങ്ങളെല്ലാം ദൈവരാജ്യത്തിൻ്റെ പ്രവർത്തനം തുടങ്ങി എന്നതിൻ്റെ ലക്ഷണമായിട്ടാണ് മർക്കോസ് സുവിശേഷകൻ അവതരിപ്പിക്കുന്നത്.
അപ്പോൾ ദൈവരാജ്യത്തിൻ്റെ വിത്തുകൾ മുളയിട്ട് വളരാൻ തുടങ്ങി എന്നതിൻ്റെ ലക്ഷണമാണ് ഈ 4 പേര് ചേർന്ന് നിസ്സഹായനായ ഒരു വ്യക്തിയെ എടുത്തുകൊണ്ട് വരുന്നത്. അത് ദൈവരാജ്യം ആരംഭിച്ചു എന്നതിൻ്റെ തെളിവാണ്. കാരണം എന്താണ് ദൈവരാജ്യത്തിന്റെ പ്രത്യേകത? ദൈവരാജ്യത്തിന്റെ പ്രത്യേകത, ഈശോ അവതരിപ്പിക്കുന്ന സുവിശേഷത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് അപരബന്ധിയാണ്, മറ്റുള്ളവരിലേക്ക് തിരിയുന്നതാണ്. അതാണ് പ്രമാണങ്ങളെല്ലാം രണ്ടായിട്ട് ചുരുക്കാം. തന്നെ പോലെ ദൈവമായ കർത്താവിനെ സ്നേഹിക്കും, നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ. അപ്പോൾ ദൈവരാജ്യം തുടങ്ങി എന്നതിൻ്റെ ലക്ഷണം നമ്മുടെ സ്വാർത്ഥത നമുക്കില്ലാതായി എന്നുള്ളതാണ്. നമ്മൾ മറ്റുള്ളവരെ സഹായിക്കാൻ തുടങ്ങുന്നു എന്നുള്ളതാണ്. അതാണ് ദൈവരാജ്യം പ്രവർത്തിച്ചു തുടങ്ങുന്നതിൻ്റെ ലക്ഷണം എന്ന് പറയുന്നത്. അതുപോലെ നമ്മിൽ പ്രത്യാശ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. നമ്മൾ നിരാശപ്പെടുന്നില്ല എന്നുള്ള. തളർവാദ രോഗിയായ ആളുടെ ജീവിതം പ്രത്യാശ നശിച്ചതാണ്. പക്ഷേ ദൈവരാജ്യം പ്രവർത്തനക്ഷമമായ വ്യക്തികളിൽ ഈ നിരാശയില്ല, അവർ പ്രത്യാശഭരിതരായിട്ട് വരികയാണ്. അപ്പോൾ ഇതിനെ ഹനിക്കുന്നത് പിശാചിന്റെ പ്രവൃത്തിയാണ്. പിശാച് നമ്മെ സ്വാർത്ഥഭരിതരാക്കുന്നു. പിശാച് നമ്മുടെ പ്രത്യാശ നശിപ്പിച്ചു കളയുന്നു. അതുകൊണ്ടാണ് ഈശോ പരസ്യജീവിതം തുടങ്ങുന്നതിന് മുമ്പ് പിശാചിനെ തോൽപ്പിക്കുന്നത്. ദൈവരാജ്യം പ്രവർത്തനക്ഷമമാകണമെങ്കിൽ പൈശാചിക സ്വാധീനങ്ങളെ മാറ്റണം. പൈശാചിക സ്വാധീനങ്ങൾ മാറ്റിയാൽ മാത്രമേ ദൈവരാജ്യത്തിന് പ്രവർത്തനക്ഷമമാക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ഇവിടെ ഏറ്റവും ആദ്യത്തെ അത്ഭുതം മർക്കോസ് സുവിശേഷം അവതരിപ്പിക്കുന്നു അത് തന്നെയാണ്. പിശാച് ബാധിതനെ സുഖപ്പെടുത്തുന്നു. അപ്പോൾ ഈ ദുഷ്ടാരൂപിയെ ബഹിഷ്കരിച്ചതിന് ശേഷം മാത്രമേ ഉള്ളൂ ദൈവരാജ്യത്തിൻ്റെ പൂർണ്ണമായ പ്രവർത്തനം സാധ്യമാവുകയുള്ളൂ. അല്ലെങ്കിൽ ഒരു വ്യക്തിയിൽ ദൈവകൃപ പ്രവർത്തനക്ഷമമാകണമെങ്കിൽ പൈശാചിക സ്വാധീനങ്ങൾ മാറണമെന്ന് സുവിശേഷകന്മാർ നമ്മളോട് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ പിശാച് ബാധിതൻ ചോദിക്കുന്നത്, നീ എന്തിന് ഞങ്ങളുടെ കാര്യങ്ങളിൽ ഇടപെടാൻ വരുന്നു എന്നുള്ളതാണ്. കാരണം അവനവനിലേക്ക് തന്നെ തിരിഞ്ഞു നിൽക്കുക, ജീവിതത്തിൻ്റെ പ്രത്യാശകൾ നശിപ്പിക്കുക. ഈ 2 കാര്യങ്ങൾ അത് പിശാച് ചെയ്യുന്നതാണ്. സ്വാർത്ഥനാവുക, മറ്റുള്ളവരെ മാനിക്കാതിരിക്കുക, അപരനിലേക്ക് ശ്രദ്ധിക്കാതിരിക്കുക. ഇത് രണ്ടും പൈശാചിക അരൂപിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യമാണ്. ദൈവരാജ്യം അതിനെയാണ് ഹനിക്കുന്നത്, അതിനെയാണ് മാറ്റിക്കളയുന്നത്. ഒരു മനുഷ്യനെ സ്വാർത്ഥതയിൽ നിന്ന് നിസ്വാർത്ഥനാക്കുന്നു, അപരനിലേക്ക് ശ്രദ്ധിക്കാത്ത ആളെ മറ്റുള്ളവരിലേക്ക് ശ്രദ്ധിക്കുന്നവരാകും. അപ്പോൾ ആ അർത്ഥത്തിൽ ദൈവരാജ്യം ഉള്ളിൽ സ്വീകരിച്ചവരാണ് ഈ 4 പേര്. അവര് സഭയുടെ പ്രതീകവും കൂടിയാണ്. എക്ലേസിയ എന്ന് പറയുന്ന കൂട്ടായ്മ എന്നുള്ളതാണല്ലോ. ഈ ഭൂമിയിലെ ദൈവരാജ്യത്തിൻ്റെ പ്രതീകമാണ് സഭ. നമ്മൾ ഇന്ന് നമ്മുടെ ചുറ്റുവട്ടം നോക്കുക, ഈ പറയുന്ന പൈശാചിക അരൂപിയിലേക്ക് മനുഷ്യർ വീണു പോകുന്നത്. കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൻ്റെ ഉടമ CJ റോയി ആത്മഹത്യ ചെയ്തത് എല്ലാവരെയും വല്ലാതെ ഞെട്ടിച്ച് കളയുന്നില്ലേ? എത്രയോ കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് എന്ന് പറയുന്ന ആ ഗ്രൂപ്പിൻ്റെ തന്നെ നോക്കൂ പേരതാണ്. പക്ഷേ നിരാശ ഇതിലേക്ക് പോയി ജീവിതം അവസാനിപ്പിക്കുന്നു. അപ്പോൾ ഈ ദൈവരാജ്യം നമ്മെ ക്ഷണിക്കുന്നത് ഈ പ്രത്യാശയിലേക്ക് വളരാണ്, നിരാശാഭരിതരാകാതിരിക്കാനാണ്, മറ്റുള്ളവരിലേക്ക് തിരിയാനാണ്. അപ്പോൾ ആ ഒരു വലിയ സന്ദേശം ഇതിൽ തരുന്നത്. പിന്നെ മറ്റൊന്ന് നമ്മൾ നോക്കുക, സാമൂഹികപരമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ തളർവാദ രോഗി എന്നുള്ളത് നമ്മുടെ എല്ലാം പ്രതീകമാണ്. ജീവിതത്തിൻ്റെ നിരാശയിലകപ്പെട്ടവർ, സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ള, രോഗങ്ങളിലായിരിക്കുന്നവർ, അങ്ങനെ പാപബന്ധനത്തിലായിരിക്കുന്നവർ, ഇവരൊക്കെ തളർവാദം പ്രാപിച്ചവരാണ്. അവരെയൊക്കെ ദൈവസന്നിധിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് ക്രൈസ്തവരുടെ കടമയാണ്, സഭയുടെ കടമയാണ്. അവരെ തേടിപ്പിടിച്ച് ഈശോയുടെ പക്കലേക്ക് കൊണ്ടുവരിക. ഞാൻ ഓർക്കുന്നത്, നമുക്ക് വലിയ വിഷമം തോന്നുന്ന ചില ഇതുണ്ട്. ഈ മറ്റുള്ളവരെ ദൈവസന്നിധിയിലേക്ക് കൊണ്ട് അവരെ പരമാവധി നമുക്ക് സഹായിക്കുകയും കഴിയുമ്പോഴാണ് അവരെ പാപബന്ധനത്തിൽ നിന്ന് പുറത്തു കിടക്കാൻ നമുക്ക് സഹായിക്കാൻ പറ്റുക. അവരുടെ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ ഉള്ളവർക്ക് അവരെ സഹായിക്കാൻ പറ്റുക, രോഗികളായിട്ടുള്ളവർ അവരെ സഹായിക്കാൻ പറ്റുക, ദരിദ്രരായിട്ടുണ്ടെങ്കിൽ അവരെ സഹായിക്കാൻ പറ്റുക. അങ്ങനെ നമ്മൾ പ്രവർത്തിക്കുമ്പോഴാണ് ദൈവരാജ്യം ഭൂമിയിൽ പ്രവർത്തനക്ഷമമാകുന്നത്. അപ്പോഴാണ് ശരിക്കും സഭ, ക്രൈസ്തവ സമൂഹം, വിശ്വാസികളുടെ സമൂഹം പരസ്പര ബന്ധി രക്ഷയുടെ പേടകമായിട്ട് സഭയെ മാറ്റുന്നത്. അപ്പോൾ ആ തരത്തിൽ നമ്മുടെ മനസ്സിൽ ചുറ്റുപാട്, നമ്മുടെ ചിന്തയിൽ ഇതുണ്ടാകട്ടെ. ഈ സുവിശേഷ ഭാഗം പറയുന്ന ഈ 4 പേർ, ഈ തളർവാദ രോഗി, ഇതെല്ലാം പ്രതീകമാണ് എന്ന് നമുക്ക് ഓർക്കാം. ഈശോയിൽ കൂടുതലായിട്ട് ആശ്രയിക്കാനുള്ള
വലിയ ഒരു മനസ്ഥിതി നമുക്ക് വളർത്തിയെടുക്കാം. Subscribe now and press the bell icon. Never miss an update.